ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ അടൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അമ്പലത്തിലേക്കും പോകും. കാരണം മെഡിക്കലത്തെ ചേച്ചി ശകുന്തള ചേച്ചിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ ഞാനും പോകും. അതുകൊണ്ട് ഞാൻ ചുരിദാറൊക്കെ ഇട്ടിട്ടാണുള്ളത്. കിയറക്കാണെങ്കിൽ നല്ല ഉറക്കമാണ്. ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ എടുപ്പിക്കണം. കിയറ 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 നമ്മ പോണ്ടേ? തമ്പാച്ചിക്ക് പോണ്ടേ? ഇതാ പോണ്ടേ? ഏയ് കിയറ, എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇവക്ക് നല്ല ഉറക്കമായിരിക്കും. കിളി 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 മൂത്രം ഒഴിച്ചിട്ട് ചണ്ട് ആക്കി വെച്ചിട്ടുണ്ട്, എന്നാലും ഉറങ്ങുന്നത് വേണ്ട. കിയറച്ചിരിക്ക്, കിയറച്ചിരിക്കതാ. ഏയ് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് എങ്ങനെയും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളിതാ പോകുന്നുള്ളതാണ്. അപ്പോൾ മുമ്പിലത്തെ വണ്ടി അപ്പുവേട്ടൻ്റേതാണ്. അപ്പോൾ മുമ്പിൽ നിന്ന് ബാക്കിലോട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായതായിരുന്നു രണ്ടുപേരും. നമ്മളെ രണ്ടുപേരെയും ഹസ്ബൻഡ് നേരെ അമ്പലത്തിൽ ഡ്രോപ്പ് ചെയ്തതായിരുന്നു. കാരണം ശകുന്തളേച്ചി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, പ്രസാദമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്പലവും നമ്മുടെ മധൂർ അമ്പലവും കാണാൻ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ മുമ്പ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊഴിലൊക്കെ ചെയ്തു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ ചേച്ചി ഇലയിലായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. കാരണം അവർക്ക് എന്തോ വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. അപ്പോൾ ചോറിനുള്ള ക്യൂ ആണിത്. ആൾ കുറേയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നിട്ട് ചോറൊക്കെ കഴിക്കുന്നത്. കാരണം ഇതിന് മുമ്പ് ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുന്ന സമയത്ത് മാത്രമായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതേ പ്ലേറ്റിൽ നിന്ന് തന്നെ കിയാരയ്ക്കും ചോറ് കൊടുക്കുന്നുണ്ടായതായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കണ്ടിട്ട് ആൾ ഫുള്ള് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മുടിയെടുത്ത ചേട്ടൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടിക്കാണേൽ എന്തോ വാശിയായിരുന്നു. കിയാര അത് തന്നെ നോക്കിയിരുന്നു കുറച്ച് സമയം. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ ഒരു അമ്മമ്മ ഇവിടുത്തെ അമ്മമ്മേൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവരെ അമ്പലത്തിൽ കണ്ടതായിരുന്നു, കുറേ ആയി കണ്ടിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് കുളത്തിലെ മീനൊക്കെ നോക്കുന്നുണ്ടായതായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഇവിടെ അമ്പലത്തിൻ്റെ പുറത്തുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മളങ്ങനെ പോയിട്ടില്ല. ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. പോകുമെന്ന് എനിക്കറിയില്ല. ഇവളെന്താ പറഞ്ഞതെന്ന് അറിയില്ല, എന്നാലും ചിരി വന്നു. പിന്നെ ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ അടുത്തുള്ള ഒരു ഫാൻസിലോട്ട് വന്നതാണ് കിയാരയ്ക്ക് വള വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് സ്റ്റിക്കർ വാങ്ങാനും. അപ്പം വളയൊക്കെ വാങ്ങിയിട്ട് ഇവളത് ഈ ഒരു സംഭവം അവിടെ തിരിച്ചു കൊടുക്കുന്നില്ല. എന്നിട്ട് അത് വാങ്ങി മാമ കൊടുത്തു. പിന്നെ ഈ ഒരു കാര്യം ഇപ്പൊ ഇവക്ക് ശീലായി. കാരണം ഇവള് ചെറുതുണ്ടാവുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചി അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഇവളത് ശീലിച്ചു, ഈ വിക്സിന്റെ ബോക്സ് തുറന്നിട്ട് വിക്സ് എടുക്കാൻ. അപ്പോൾ മുമ്പൊക്കെ നമ്മളിങ്ങനെ കയ്യിൽ കൊടുക്കുമായിരുന്നു. ഇപ്പം അവൾ തന്നെ അത് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഷാർപ്നറാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ക്യൂട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഫുള്ള് പൊട്ടിച്ചിട്ടൊക്കെ വെച്ചു. ഇവിടെ ഒരാൾ ഉറക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് വന്നതാണ്. ഉറങ്ങുമെന്നറിയില്ല. ഹസ്ബൻഡിനെ കിയാരൻ്റെ ഒന്ന് ചാക്കിയിട്ട് ഞാൻ താഴോട്ട് വന്നതാണ്. അപ്പോൾ പ്രിയത ഭയങ്കര ബിസിയാണ്, ചെക്കിംഗ് ആണ്. 2 മണിക്കൂർ കൂടുതലായി ഇവൾ ഉറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എഴുന്നേൽപ്പിച്ചതാണ്. കാരണം അവൾക്ക് വിശക്കൊന്നും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൾക്ക് ഞാൻ ദോശ കൊടുക്കുന്നുള്ളതാണ്, ദോശയും മുട്ടയും. എനിക്കൊരു ഷവർമ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കഴിച്ചു. ഇന്നത്തെ ഫുള്ള് ഉറക്കം ഇവൾ ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ താഴെ പോവുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. താഴെ വന്നിട്ട് നമ്മളിത് ഇവിടെ പുറത്ത് ഇരുന്നിട്ടുള്ളതാണ്. കാരണം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അകത്ത് കയറി. ഹസ്ബൻഡിന് പോകാനുണ്ടായിരുന്നു എവിടെയോ ആരെയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിയാര അതാ കാറ് പോകുന്നത് നോക്കുന്നുള്ളതാണ്.
പപ്പ കൊടുക്ക്, പപ്പ കൊണ്ടുകൊടുക്ക്, പപ്പ കൊണ്ടുകൊടുക്ക്. ഇവക്കത് താങ്ങാനൊന്നും പറ്റുന്നില്ല. എടുത്തിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ബാക്കിലോട്ട് വീഴുന്ന പോലെ ആവുന്നുണ്ടായിരുന്നു. എന്നാലും അതവക്ക് എടുക്കണം. പാപ്പു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാപ്പുവിൻ്റെ അച്ഛനാണിത്. അപ്പോൾ അവരൊന്നിച്ചായിരുന്നു കിയാര വണ്ടിയിൽ. അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ ആരൊന്നിച്ചും പോകാറില്ല. എന്നാലും ഇന്ന് കുറേ ആൾക്കാരൊന്നിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. കുറേ സമയം ഉണ്ടായിരുന്നു. പിന്നെ അത് വിജേഷും വന്നു. അപ്പം ഇവള് ഇറങ്ങിയിട്ടില്ല കുറേ സമയം അതിൽ നിന്ന്. വിജേഷ് ഇവളെ ഷോപ്പിൽ കൊണ്ടുപോകും. എന്നിട്ട് മഞ്ച് വാങ്ങിക്കൊടുക്കും. പിന്നെ അത് നമ്മൾ ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് കഴിക്കാറുണ്ട് ചില സമയത്ത്. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ കിയാരയാണെങ്കിൽ ചോദിച്ചിട്ട് തരുമൊന്നുമില്ല. ഇത് മുറുക്കെ പിടിച്ചിട്ടുള്ളതാണ്. ഞാൻ ചോദിച്ചിട്ടും തരില്ല. ആര് ചോദിച്ചാലും അങ്ങനത്തെ സാധനം തരില്ല. പിന്നെ നമ്മൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ട് നേരെ വന്നത് ചെർക്കളയിലോട്ടായിരുന്നു, ഐഡിയൽ റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറേ ആയി. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കിയാരയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മന്തിയുടെ റൈസ് മാത്രമായിരുന്നു, വേറെ റൈസൊന്നും ഇവിടെ ഇല്ല. ഈ ഒരു സംഭവം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. അപ്പോൾ ഇത് ലോഡഡ് ഫ്രൈസ് ആണ്, എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. പിന്നെ നമ്മൾ ഒരു ഗ്രില്ലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിക്കുന്നുള്ളതാണ്, കാരണം ഞാൻ കഴിച്ചിട്ട് വേണം ഹസ്ബൻഡിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. നമ്മൾ എത്തുമ്പോൾ തന്നെ 11 മണി ആയിട്ടുണ്ടായിരുന്നു ഇവിടേക്ക്. അപ്പോൾ ഇവിടുത്തെ ക്ലോസിങ് ടൈമും 11 തന്നെയാണ്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഫുഡൊക്കെ തന്നിട്ട് സെറ്റ് ചെയ്തു. പിന്നെ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം തന്നെയാണ്, ഇവിടുത്തെ കോൾഡ് കോഫിയും. പിന്നെ കിയാരയ്ക്ക് മന്തി റൈസ് വാങ്ങിയത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ കുറച്ച് മന്തി റൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.